ഹലോ, എ ടു സെഡ് ബഫല്ലോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പെരുമ്പിലാവ് ചന്തത്തെ കുറച്ച് വീഡിയോ ആണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പെരുമ്പിലാവ് ചന്തയിൽ വന്ന നാടൻ പോത്തുകുട്ടികളാണ്. പെരുന്നാൾ പ്രമാണിച്ച് വന്ന കുട്ടികളാണ്. നല്ലൊരു 3 കുട്ടികളാണ്. 3 കൂടി 1,80,000 രൂപയാണ് പറയണത്. 3 കൂടി നാടൻ പോത്തുകുട്ടികളാണ്. നല്ല കുട്ടികളാണ്. അത്യാവശ്യം വരച്ചേക്ക് കയറിയിട്ടുള്ള പോത്തുകുട്ടികളാണ്. പെരുന്നാളായതുകൊണ്ട് തന്നെ ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ചന്ത ദിവസങ്ങളിൽ പോത്തുകുട്ടികൾ പോണതിൻ്റെ ഡബിൾ വിലയായിരിക്കും എല്ലാ പോത്തുകുട്ടികൾക്കും. ഈ ഭാഗത്ത് കുറച്ച് നാടൻ വലിയ പോത്തുകുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു വലിയൊരു പോത്തിനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അത് ഏകദേശം കച്ചവടമായ ഇതിലാണ് നിൽക്കണേ. ഇവരാണത് കൊണ്ടുവന്നേക്കണേ. ഇതൊക്കെ വീടുകളിൽ വളർത്തിയ നല്ല നാടൻ പോത്തുകുട്ടികളാണിതേ. ഇവിടെ 2 കച്ചവടമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പെരുന്നാളിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ പോത്ത് വളർത്തുന്നവർക്ക് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല വില കിട്ടാത്തതാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പെരുന്നാളിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ അവരുദ്ദേശിച്ച വില അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചന്തയിൽ കൊണ്ടുവരുന്നതായിരിക്കും ഉത്തമം. കാരണം ചന്തയിൽ കൊണ്ട് വിൽക്കാനൊരു കഴിവ് അല്ലെങ്കിൽ അത് അറിയുന്ന ഒരാളും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു വിലയ്ക്ക് തന്നെ പോത്തുകുട്ടികൾ പോവും. നമ്മൾ ഉദ്ദേശിച്ച വിലയേക്കാളും 10,000-20,000 കൂടുതൽ വിലയ്ക്ക് പോത്തുകുട്ടികൾ പോവും. കാരണം ചന്തയിൽ കണ്ടമാനം ആൾക്കാർ, അതുപോലെ പെരുന്നാൾ കുറേ കമ്മിറ്റിക്കാരും കാര്യങ്ങളൊക്കെ വന്ന് അവരൊക്കെയാണ് നല്ല വില കൊടുത്ത് മേടിക്കണേ. അപ്പോൾ നമുക്ക് കർഷകരൊരിക്കലും പറ്റിക്കപ്പെടില്ല. നല്ല രീതിക്ക് തന്നെ വിറ്റ് വെക്കോളും. ഈ ഭാഗത്തൊക്കെ വലിയ വലിയ പോത്തുകൾ വന്ന് കെട്ടിയിട്ടുണ്ട്. ഭാഗത്തൊക്കെ ആന്ധ്ര കന്നുകളാണ്. ആന്ധ്ര, കറാച്ചി ആ ഭാഗത്തുള്ള കന്നുകളാണ്. പെരുമ്പിലാവ് ചന്തയിൽ ഇന്നെന്ന് പറഞ്ഞാണെങ്കിൽ നാടൻ കന്നുകളായിരുന്നു മെയിനായിട്ട്. കാരണം അത്രയും പേരും നാടൻ കന്നുകളുണ്ട്. ഇനി അടുത്ത ആഴ്ചയും വരുന്ന ആഴ്ചകളൊക്കെ നാടൻ കന്നുകൾ തന്നെയായിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. മുറ അങ്ങനത്തെ ഹരിയാന, കർണാടക ഭാഗത്തു നിന്നുള്ള കന്നുകളൊക്കെ കുറവായിരിക്കും. ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷെ അത് വളരെ കുറവായിരിക്കും. നാടൻ കന്നുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും. ഈ ഭാഗത്തൊക്കെ കുറച്ച് മുറ പോത്തുകൾ, ജാഫ്രാബാദി അങ്ങനത്തെ പുറത്തുനിന്ന് കൊണ്ടുതന്നെ കുറേ പോത്തുകൾ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് നാടൻ കന്നുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്യാപ്പില്ലാണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നാലേക്ക്. അത്ര പേര് നാടൻ കന്നുകൾ വരുന്നുണ്ട്. കാരണം അവർക്കറിയാം പെരുന്നാളിൻ്റെ സമയത്ത് നാടൻ കന്നിനായിരിക്കും മറ്റേ മുറ, ജാഫ്രാബാദി അങ്ങനത്തെ പോത്തുകൾ വെച്ച് നോക്കുമ്പോൾ നാടൻ കന്നുകളായിരിക്കും വില കൂടുതൽ. കാരണം ഇറച്ചിക്കല്ല പൈസ പറയുക, മോഹവിലയാണ്. ഇറച്ചി വിലയല്ല ഈ പെരുന്നാളിൻ്റെ കച്ചവടത്തിന് നോക്കുക, മോഹവിലയ്ക്കൊക്കെ ആയിരിക്കും ആൾക്കാർ എടുക്കുക. അപ്പോൾ നാടൻ കന്നുകൾ നല്ല വൃത്തിയും മേനെയുള്ളത്, പൊട്ടും പൊളിയും ചടവും വേറെ ഞൊണ്ടലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല നല്ല നാടൻ കന്നുകളായിരിക്കും ആൾക്കാർ മേടിക്കുക. അതുകൊണ്ട് ഇപ്പോൾ മേൽവശമൊക്കെ നാടൻ കന്നുകൾ നിറയാറായിട്ടുണ്ട്. പിന്നെ വളർത്തുകുട്ടികളുണ്ട് കേട്ടോ. നല്ലത് ഈ 2 ബാക്കിൽ നിൽക്കുന്ന കുറച്ച് നല്ല വളർത്തുകുട്ടികളുണ്ട്. നാടന്മാരാണ്. അത്യാവശ്യം വലിയ വലിയ ഫ്രെയിമുകളുണ്ട്. ഇതൊക്കെ ഇറച്ചീനി കയറുന്ന, വളർത്തിയ നന്നായിട്ട് മീറ്റ് കയറുന്ന ടൈപ്പ് കുട്ടികളാണ്. കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിക്ക് കച്ചവടം നടക്കുന്നുണ്ട്. ആൾക്കാർ വരുന്നുണ്ട്, വണ്ടികളിൽ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഇന്ന് നാടൻ കന്നുകൾ മാത്രമാണ് അധികം പോയിട്ടുള്ളത്. ബാക്കിയുള്ള ഇങ്ങനത്തെ മുറ, പുറത്തുനിന്നുള്ള വരവ് കന്നുകളൊക്കെ അധികം 1-2 പോയെന്നല്ലാണ്ട് ബാക്കിയുള്ളതൊന്നും അധികം ഇതൊന്നുമില്ല. അവിടെ തന്നെ നിൽക്കുകയാണ്. രാവിലെ കൊണ്ടുവന്ന പോലെ തന്നെ നാടൻ കന്നുകൾ കച്ചവടം ആവണുണ്ട്, വരണ പോലെ തന്നെ പോകണുണ്ട്.
നല്ലൊരു നാടൻ കന്നാണ്. അത്യാവശ്യം നന്നായിട്ട് മീറ്റ് കയറിയിട്ടുള്ള ഒരു പോത്തുംകുട്ടിയാണത്. എൺപതാണ് അതിന് ചോദിക്കണ വില. 80,000 രൂപ. അതൊരു 10-70 രൂപയ്ക്കൊക്കെ അവർ മേടിക്കാൻ വഴിയുണ്ട്. ഇതൊക്കെ നാടൻ പോത്തുകളാണ്. ആ താഴ്ത്തുന്നതൊക്കെ ആന്ധ്ര പോത്ത്. ആ പോത്തിനൊന്നും പെരുന്നാൾക്ക് ഉപയോഗിക്കില്ല, കാരണം അതൊക്കെ ഉടച്ച പോത്തുകളാണ്. വരി ഉടച്ച പോത്തുകളൊന്നും പെരുന്നാൾക്ക് എടുക്കണ കണ്ടിട്ടില്ല. ഈ ഭാഗത്തൊക്കെ നാടൻ കന്നുകൾ. ആ മേൽവശത്തൊക്കെ നാടൻ കുട്ടികളുണ്ട്, വളർത്താൻ പറ്റിയ വലിയ ഫ്രെയിമുകളുണ്ട്. 1.5 വയസ്സ് 2 വയസ്സൊക്കെ ഇഷ്ടമുള്ള ഫ്രെയിമുകളുണ്ട്. ഇവിടെ തൊഴുത്തിലൊക്കെ നിന്നൊരു വെള്ള കളറായി ഒരു എരുമേനെ വെള്ളം കൊടുക്കാൻ കൊണ്ടുണ്ട്. നാടന്മാരാണ്. ഭാഗത്തൊക്കെ പോത്തുകുട്ടികളുണ്ട്. ഇതൊക്കെ ഒരാൾ കൊണ്ടാണത്. അത് കൊണ്ടുവന്ന വഴിക്ക് തന്നെ മൊത്തത്തിൽ കച്ചവടമായി. അത് ഇങ്ങനെ മൊത്തം എടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ മൊത്തം എടുത്ത് മറച്ച് വെക്കാൻ വേണ്ടി കുറേ ബ്രോക്കർമാരോടെ ഉണ്ടാവും. അവർ വരുമ്പോൾ തന്നെ അത് ഒരു വില പേശി അവർ മേടിക്കും, അവർക്ക് മുതലായ ഒരു വിലയ്ക്ക്. ഇതൊക്കെ മേടിച്ച് കെട്ടിക്കണ പോത്തുകളാണ്. പുറത്തുനിന്ന് വന്ന അതായത് ജാഫറാബാദി ക്രോസാണ്. നീലിരവി ജാഫറാബാദി ക്രോസാണ് ആയിരുന്നു ആ പോത്ത്. ഇതൊക്കെ ഹരിയാന ഭാഗത്തുനിന്നൊക്കെ കൊണ്ടുവന്ന പോത്തുകളാണ്. മുറ ക്രോസ്, നീലിരവി, ജാഫറാബാദി ഒക്കെ ഉണ്ട്. ഇതൊക്കെ ജാഫറാബാദിൻ്റെ ഒരു പോത്ത് ക്രോസാണ്. വലിയ പോത്തുകളാണ്. ഒരു 250, 300, 350 ഇറച്ചി കിട്ടണ വലിയ ടൈപ്പ് പോത്തുകളാണ് ഈ സൈഡിലൊക്കെ ഷെഡിൻ്റെ ഇടയിൽ മേടിച്ച് കെട്ടിക്കുന്നത്. ഇത് ഏറ്റവും ടോപ്പിലാണ്. പെരുമ്പിലാവ് ചന്തയിൽ ഏറ്റവും ടോപ്പ് സൈഡാണിത്. ഇതൊരു നല്ല ജാഫറാബാദിയുടെ പോത്താണിത്. ഷെഡിൻ്റെ അകത്ത് ഇരുട്ടായതുകൊണ്ട് അധികം കാണാനില്ല, എന്നാലും നല്ലൊരു പോത്താണ്. അത്യാവശ്യം ഇറച്ചി കയറിയിട്ടുള്ളൊരു പോത്താണ്. ഇതും ജാഫറാബാദിൽ തന്നെയാണ്. ഒരു 250, 300, 350 ഇടയിൽ ഇറച്ചി കിട്ടുന്ന ഒരു പോത്താണത്. അപ്പോൾ ഈ പെരുന്നാളിനോട് അടുത്തതിന് ശേഷം നമ്മൾ ഇട്ട വീഡിയോയിലും ചന്തയുടെ വീഡിയോസിലൊക്കെ ഏറ്റവും വില കുറവും നല്ല സാധനങ്ങളും നമുക്കിപ്പോൾ കണ്ടത് പെരുമ്പിലാവ് ചന്തയിലാണ്. അത്രയധികം കന്നുകൾ വന്നിട്ടുണ്ട്. 1000, 2000 ഒന്നും പോരാ, അതിനും കൂടുതൽ പോത്തുകൾ, പല ടൈപ്പ് പോത്തുകളും ചെറുതും വലുതും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇഷ്ടംമാതിരി പോത്തുകളുണ്ട്. അപ്പോൾ ചെറിയ പാർട്ടികൾക്കൊക്കെ പെരുന്നാൾക്ക് ഇറക്കാനൊക്കെ പറ്റിയ സാധനങ്ങളിവിടെ ഉണ്ട്. ഇതൊക്കെ നാടൻ പോത്തുകളാണ്. ഇതൊക്കെ വരവാണ്. നാടൻ പോത്താണെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അതൊക്കെ ആന്ധ്ര ഭാഗത്തു നിന്നൊക്കെ കൊണ്ടുവരുന്നതാണത്. ഈ ഭാഗത്ത് കുറേ ചെറിയ കുട്ടികളുണ്ട്, നാടൻ കുട്ടികൾ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.